കേരളത്തിൽ നിന്നുള്ള അന്തർ സംസ്ഥാന ബസ്സുകളെ തമിഴ്നാട് വീണ്ടും തടഞ്ഞത് വിവാദമായിരിക്കുകയാണ്. ചെന്നൈയിൽ നിന്ന് ആലപ്പുഴയിലേക്ക് വന്ന സ്വകാര്യ ബസ്സിനെയാണ് വ്യാഴാഴ്ച പുലർച്ചെ 5:30 കോയമ്പത്തൂരിൽ വെച്ച് RTO ഉദ്യോഗസ്ഥർ തടഞ്ഞത്. ചെന്നൈയിൽ നിന്ന് യാത്രക്കാരെ കയറ്റിയെന്ന് പറഞ്ഞാണ് ബസ് കസ്റ്റഡിയിലെടുത്തത്. യാത്രക്കാരെ വഴിയിൽ ഇറക്കി വിട്ടു. പകരം സംവിധാനം ഏർപ്പാടാക്കിയാണ് യാത്രക്കാരെ നാട്ടിലേക്ക് കൊണ്ടുവന്നത്. തമിഴ്നാടിന് പുറത്ത് രജിസ്റ്റർ ചെയ്ത ബസ്സുകൾ അധിക നികുതി അടയ്ക്കണമെന്നാവശ്യപ്പെട്ട് നേരത്തെയും ഉദ്യോഗസ്ഥർ ബസ്സുകൾ തടഞ്ഞിരുന്നു. തമിഴ്നാട്ടിൽ നിന്ന് യാത്രക്കാരെ കയറ്റാൻ പാടില്ലെന്ന വ്യവസ്ഥയിൽ പിന്നീട് ഇളവ് നൽകുകയായിരുന്നു. ഒരാഴ്ച മുമ്പാണ് കേരളത്തിൽ നിന്നുള്ള അന്തർ സംസ്ഥാന ബസ്സുകളെ തമിഴ്നാട് ഗതാഗത വകുപ്പ് തടഞ്ഞത്. സംസ്ഥാനത്തിന് പുറത്ത് രജിസ്റ്റർ ചെയ്തിട്ടുള്ളതും അനധികൃത സ്റ്റേജ് കാരിയറുകളായി ഓടിക്കുന്നതുമായ ബസ്സുകൾ ഇനി മുതൽ നിരത്തിലിറക്കാൻ അനുവദിക്കില്ലെന്നാണ് തമിഴ്നാട് ഗതാഗത വകുപ്പ് അറിയിച്ചത്. കേരളം, നാഗാലാൻഡ്, സിക്കിം, കർണാടക, പുതുച്ചേരി തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള 547 ബസ്സുകളാണ് ഇത്തരത്തിൽ സർവീസ് നടത്തുന്നത്. രജിസ്ട്രേഷൻ മാറാതെ ഈ ബസ്സുകൾ നിരത്തിലിറക്കാനാവില്ലെന്ന നിലപാടാണ് തമിഴ്നാട് സ്വീകരിച്ചത്. ചട്ടം ലംഘിച്ചോടുന്ന ബസ്സുകൾക്കെതിരെ നടപടി തുടങ്ങുകയും ചെയ്തു. തുടർന്നാണ് കേരളത്തിൽ നിന്നും തമിഴ്നാട് വഴി ബംഗളൂരുവിലേക്ക് പോയ ബസ്സുകൾ തമിഴ്നാട് മോട്ടോർ വാഹന വകുപ്പ് അധികൃതർ തടഞ്ഞത്. മാത്രമല്ല യാത്രക്കാരെ ഇറക്കി വിടുകയും ചെയ്തു. ചട്ടങ്ങൾ ലംഘിച്ച് സർവീസ് നടത്തുന്ന ബസ്സുകൾ മൂലം സർക്കാരിന് പ്രതിവർഷം 34.56 കോടി രൂപയുടെ നഷ്ടമാണുള്ളതെന്നാണ് തമിഴ്നാട് ഗതാഗത വകുപ്പ് പറയുന്നത്. അതിനിടയിൽ വിഷയത്തിൽ പ്രതികരണവുമായി ഗതാഗത മന്ത്രി KV ഗണേഷ് കുമാർ രംഗത്ത് വന്നു. നികുതിയുടെ പേരിൽ KSRTCയുടെ ബസ്സുകൾ തമിഴ്നാട്ടിൽ പിടിച്ചിട്ടാൽ അവരുടെ വാഹനങ്ങൾ കേരളത്തിലും പിടിക്കുമെന്ന് ഗണേഷ് കുമാർ നിയമസഭയിൽ പറഞ്ഞു. യാതൊരു ആലോചനയും കൂടാതെയാണ് സീറ്റിന് 4000 രൂപ വീതം തമിഴ്നാട് സർക്കാർ വർദ്ധിപ്പിച്ചത്. രാജ്യം മുഴുവൻ ഒരു നികുതി എന്ന് കേന്ദ്രം പറയുമ്പോഴാണ് ഈ നടപടി. അങ്ങനെയെങ്കിൽ നമുക്കും പോരട്ടെ 4000 രൂപ എന്നാണ് നമ്മുടെ നിലപാട്. ശബരിമല സീസൺ വരാൻ പോവുകയാണെന്ന് തമിഴ്നാട്ടുകാർ മനസ്സിലാക്കണം. അവിടെ നിന്നാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ഇങ്ങോട്ട് വരാൻ പോകുന്നത്. ഞങ്ങൾ ഖജനാവിൽ പണം നിറയ്ക്കും. ഇവിടെ നിന്ന് പോകുന്നവരെ അവിടെ ഉപദ്രവിച്ചാൽ അവിടെ നിന്ന് വരുന്നവരെ ഇവിടെ ഉപദ്രവിക്കും. KSRTCയുടെ വണ്ടി പിടിച്ചിട്ടാൽ ഇവിടെ തമിഴ്നാടിൻ്റെ വണ്ടിയും പിടിച്ചിടും. അതിലൊരു വിട്ടുവീഴ്ച ഉണ്ടാകില്ലെന്ന് ഗണേഷ് കുമാർ പറഞ്ഞു. വൺ ഇന്ത്യ ടാക്സിനെ ചൊല്ലിയുള്ള തർക്കത്തിനൊടുവിലാണ് തമിഴ്നാട് ഗതാഗത വകുപ്പിൻ്റെ നടപടി. വൺ ഇന്ത്യ ടാക്സ് പ്രകാരം അന്തർ സംസ്ഥാന ബസ് ഉടമകൾ നികുതി അടച്ചിട്ടുണ്ട്. എന്നാൽ ഇതുപോരാ എന്നാണ് തമിഴ്നാട് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നത്. ഇതാണ് ബസ് ഉടമകളെ കുഴപ്പിക്കുന്നത്.